വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവയ്ക്ക മെഴുക്കുപുരട്ടി വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. കോവയ്ക്ക മാത്രം ഇട്ട് മെഴുക്ക് പുരട്ടുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉറപ്പായും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ലൈക്കും ഷെയറും നിങ്ങളുടെ കമൻസും ഒക്കെ വേണം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 300 ഗ്രാം കോവയ്ക്ക കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു ചെറിയ സവാളയും അതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. കഷ്ണങ്ങളെല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിലായിരിക്കണം. അതിൻ്റെ കൂടെ 4 പച്ചമുളക് സ്ലിറ്റിട്ട് എടുക്കണം. എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് എടുക്കാം. ചുവന്ന കളറില്ലാത്ത കോവയ്ക്ക വേണം എടുക്കാൻ. പഴുത്ത കോവയ്ക്കയ്ക്ക് ഒരു പുളിപ്പ് രസം ഉണ്ടാകും. അതുകൊണ്ട് പിഞ്ച് കോവയ്ക്ക വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് കുറച്ച് വെള്ളവും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഞാനിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. വെള്ളം വറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടിയിരിക്കും. ഈ ഒരു പാകത്തിൽ ഇത് വേവിക്കാവൂ. ഇത് ഒരുപാട് വെന്ത് പോയാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും ഈ ഒരു പാകത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ബാക്കി എന്തെങ്കിലും വേകാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്യുമ്പോഴങ്ങ് വെന്ത് കിട്ടിക്കോളും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കുന്ന പാത്രം ആണെങ്കിൽ കൂടെ ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുകയാണ്. ഇത് വേണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഒരെണ്ണം തമ്മി കുഴഞ്ഞിട്ടില്ല. നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ആ വേവിക്കുന്നതിൻ്റെ ആ പാകമാണ് നോക്കേണ്ടത്. കോവയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.